പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് പ്രേക്ഷകരുടെ ശ്രദ്ധ ക്ഷണിക്കുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞു നിർത്തിയതേയുള്ളൂ. ഇപ്പോൾ ഇതാ തീരുമാനമായിരിക്കുന്നു. മുജ്തബ ഖമൈനി അടുത്ത പിൻഗാമിയായി വരും എന്നുള്ള വിവരമാണ് ഇപ്പോൾ വരുന്നത്. അതായത് അയത്തുള്ള അലി ഖമൈനിയുടെ മകൻ 55 വയസ്സുകാരനായ മുജ്തബ ഖമൈനിയാണ് ഇനി ഇറാനെ നയിക്കാൻ പോകുന്നത് എന്നുള്ള വിവരം പ്രേക്ഷകരെ അറിയിക്കുന്നു. ഇറാന് മറ്റൊരു പരമോന്നത നേതാവായിരിക്കുന്നു മുജ്തബ ഖമൈനി ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നു. 1969 മഷഹദിൽ ജനിച്ച മുജ്തബ 1987 വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ശേഷം ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോറിയുടെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോറിന്റെ പ്രധാനപ്പെട്ട നേതാവായിട്ട് മാറി. പിന്നീട് ഹബീബ് ബറ്റാലിയന്റെ ഭാഗമായിരുന്നു മുജ്തബ. ഇറാൻ സർക്കാരിൽ പദവികളോ മതപരമായ പ്രധാന സ്ഥാനങ്ങളോ ഒന്നുമില്ലെങ്കിലും 2021 അയത്തുള്ള പദവി കൂടി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അയത്തുള്ള മുജ്തബ ഖമൈനി എന്ന പേരാണ് ഇനി നമ്മൾ പ്രയോഗിക്കുക. അദ്ദേഹമാണ് ഇനി ഇറാന്റെ പരമോന്നത നേതാവിയായി ഇപ്പോൾ വരാൻ പോകുന്നത്. ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇപ്പോൾ സായി ഉണ്ട്. സായി, നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, നമ്മൾ നേരത്തെ പറഞ്ഞ ലിസ്റ്റുകാരിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മുജ്തബ ഖമൈനി ആയിരിക്കും. സാധ്യതയും അദ്ദേഹത്തിനായിരിക്കുമെന്ന് നമ്മൾ പറഞ്ഞതേയുള്ളൂ. ഇപ്പോൾ ഇതാ പ്രഖ്യാപനം വരുന്നു. കാരണം വൈകാരികമായി കൂടി മുജ്തബ ഖമൈനി വരുന്നത് ഇറാൻ ജനതയെ ഒപ്പം നിർത്താൻ ഭരണകൂടത്തിനെ സഹായിക്കുമെന്നുള്ള കൂടി തിരിച്ചറിവിലാണോ ഇപ്പോൾ മുജ്തബ ഖമൈനി മണിക്കൂറുകൾക്കുള്ളിൽ ഇറാന്റെ അടുത്ത പിൻഗാമിയായി പ്രഖ്യാപിച്ചിരിക്കുന്നത്? ഷൈകുമാർ, തീർച്ചയായും വളരെ പെട്ടെന്ന് ആ തീരുമാനത്തിലേക്ക് ഇറാൻ എത്തുകയാണ്. ഡോക്ടർ അരുൺകുമാർ, മുജ്തബ ഹുസൈൻ ഖമൈനിയെ അവരുടെ അടുത്ത പരമോന്നത നേതാവായി തിരഞ്ഞെടുക്കപ്പെടുകയാണ്. അയത്തുള്ള അലി ഖമൈനിയുടെ രണ്ടാമത്തെ മകനാണ് മുജ്തബ ഹുസൈൻ ഖമൈനി. 1969 സെപ്റ്റംബർ 8 അദ്ദേഹത്തിന്റെ ജനനം. 1987 മുതൽ 88 വരെ ഇറാൻ ഇറാഖ് യുദ്ധത്തിൽ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. 2009 നടന്ന തിരഞ്ഞെടുപ്പിനെ ചൊല്ലിയുള്ള പ്രതിഷേധങ്ങളെ അടിച്ചമർത്താൻ ഉപയോഗിച്ച ബാസിദ് ബാച്ചേക്കുനിയുടെ നിയന്ത്രണം അദ്ദേഹം ഏറ്റെടുത്തതായുമുള്ള റിപ്പോർട്ടുകളുണ്ട്. എന്തായാലും ഖമൈനിയുടെ ഏറ്റവും സ്വാധീനമുള്ള, ഇറാനിൽ ഖമൈനി കഴിഞ്ഞാൽ ഏറ്റവും സ്വാധീനമുള്ള നേതാക്കളിൽ ഒരാളായി തന്നെയാണ് അദ്ദേഹത്തെ കാണുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പിൻഗാമിയായി മുജ്തബ ഹുസൈൻ ഖമൈനിക്ക് തന്നെയാണ് സാധ്യത എന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അദ്ദേഹം കൊല്ലപ്പെട്ട് മണിക്കൂറുകൾക്കകം തന്നെ, ആ വാർത്ത സ്ഥിരീകരിച്ച് മണിക്കൂറുകൾക്കകം തന്നെ വളരെ വേഗത്തിൽ ആ തീരുമാനത്തിലേക്ക് ഇപ്പോൾ ഇറാൻ എത്തുകയാണ്. മുജ്തബ ഹുസൈൻ ഖമൈനിയെ അദ്ദേഹത്തിന്റെ പിൻഗാമിയായി ഇപ്പോൾ വയ്ക്കുന്നു. എന്തായാലും വളരെ പെട്ടെന്ന് ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ ഇറാൻ മുന്നോട്ട് പോകുന്നത്. ആ ഘട്ടത്തിലേക്കാണ് അദ്ദേഹം അതിന്റെ തലപ്പത്തേക്ക് വരുന്നത് എന്ന പ്രത്യേകത കൂടിയുണ്ട്. അയത്തുള്ള അലി ഖമൈനിയുടെ മരണം, ഇനി 40 ദിവസത്തെ ദുഃഖാചരണം, ഇപ്പോഴുണ്ടായിട്ടുള്ള ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ നിന്ന് ഇറാനെ കൈപിടിച്ചുയർത്തുക, ശത്രുക്കൾക്ക് കൃത്യമായ മറുപടി നൽകുക, തന്റെ പിതാവിനെ വധിച്ചവർക്ക് കൃത്യമായ മറുപടി നൽകുക എന്നതടക്കമുള്ള വലിയ ഉത്തരവാദിത്വം അദ്ദേഹത്തിന് മേൽ ഉണ്ട്. അതെങ്ങനെയാണ് അദ്ദേഹം ഇനി നിറവേറ്റാൻ പോകുന്നത്? ഒരു സംഘർഷ സമാനമായ സാഹചര്യത്തിലൂടെയാണോ, അതൊരു സമവായത്തിലൂടെയാണോ ഇനി ഇറാനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്? വലിയ പ്രതിസന്ധിയുണ്ട്.